നമ്മുടെ സെയ്ഫ് അലി ഖാന്റെ പുതിയ അപ്ഡേറ്റുകൾ എന്താണെന്ന് നമുക്ക് നോക്കാം. മോഷണ ശ്രമത്തിനിടെയുണ്ടായ ആക്രമണത്തിൽ പരിക്കേറ്റ സെയ്ഫ് അലി ഖാൻ, നടൻ സെയ്ഫ് അലി ഖാൻ ആശുപത്രി വിട്ട വാർത്ത കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. ആള് ബാന്ദ്രയിലെ വസതിയിലേക്ക് കഴിഞ്ഞ ദിവസം വൈകിട്ട് 5 മണിയോടെയാണ് താരം തിരികെ എത്തിയത്. പോലീസ് ഇന്ന് സെയ്ഫ് അലി ഖാന്റെ മൊഴിയെടുത്തേക്കും. എന്തായാലും വളരെ സ്മാർട്ടായിട്ടും ആക്റ്റീവായിട്ടുമാണ് സെയ്ഫ് അലി ഖാൻ ഇന്നലെ തിരികെ വീട്ടിലേക്ക് പോകുന്നത് നമ്മൾ കണ്ടത്. 5 ദിവസത്തെ ആശുപത്രിവാസത്തിനു ശേഷം സെയ്ഫ് അലി ഖാൻ വീട്ടിലേക്ക് മടങ്ങി. തന്റെ സ്ഥിരം വസതിയായ ഫോർച്യൂൺ ഹൈറ്റ്സിലേക്കാണ് താരം മടങ്ങിയത്. സദ്ഗുരു ശരൺ എന്ന കെട്ടിട സമുച്ചയത്തിൽ താമസിക്കുമ്പോഴാണ് മോഷണ ശ്രമത്തിനിടെ സെയ്ഫ് അലി ഖാന് കുത്തേറ്റത്. കയ്യിലും കഴുത്തിലും ചെവിക്ക് പുറകിലും ബാൻഡേജ് കാണാം. എന്നാൽ കാഴ്ചയിൽ ക്ഷീണം കാണാനില്ല. ഫ്ളാറ്റിലേക്ക് പ്രവേശിക്കും മുൻപ് ആരാധകരെ സെയ്ഫ് അലി ഖാൻ കൈവീശി കാണിക്കുകയും ചെയ്തു. കുടുംബാംഗങ്ങളെല്ലാം നടനോടൊപ്പമുണ്ട്. സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി സെയ്ഫിന്റെ ഫ്ളാറ്റുകളിലെല്ലാം ഇന്നലെ കൂടുതൽ CCTVകൾ സ്ഥാപിച്ചു. ഇന്ന് പോലീസ് സെയ്ഫ് അലി ഖാനിൽ നിന്ന് വിശദമായി മൊഴി രേഖപ്പെടുത്തും. ഇന്നലെ പുലർച്ചെ പ്രതി ഷെരീഫുൾ ഇസ്ലാമിനെ ഫ്ളാറ്റിലെത്തിച്ച് പോലീസ് തെളിവെടുപ്പ് നടത്തിയിരുന്നു. ഫയർ എക്സിറ്റ് ഗോവണി വഴി 7ാം നിലയിലെത്തിയെന്നും അവിടെ നിന്ന് പൈപ്പിൽ വലിഞ്ഞു കയറി എന്നുമാണ് പ്രതിയുടെ മൊഴി. അക്കാര്യങ്ങൾ പോലീസ് പുനരാവിഷ്കരിച്ചു. തുടർന്ന് നടനുമായുണ്ടായ സംഘർഷം പ്രതീകാത്മകമായി വീണ്ടും അവതരിപ്പിച്ചു. ഗോവണി, കുളിമുറിയുടെ ജനൽ, പൈപ്പ് എന്നിവിടങ്ങളിൽ നിന്നും പ്രതിയുടെ 19 വിരലടയാളങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഇത് നിർണായക തെളിവാകും. പ്രതിയുടെ തൊപ്പിയും ആക്രമണം നടന്ന മുറിയിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. താരം തന്നെ ചുറ്റിപ്പിടിച്ചപ്പോൾ രക്ഷപ്പെടാനായാണ് കുത്തിപ്പരുക്കേൽപ്പിച്ചത് എന്നാണ് പ്രതിയുടെ മൊഴി. ആക്രമണശേഷം സ്വദേശമായ ബംഗ്ലാദേശിലേക്ക് മടങ്ങാനായിരുന്നു പദ്ധതിയെന്നും വ്യക്തമായിട്ടുണ്ട്. താൻ ബംഗ്ലാദേശിൽ ഗുസ്തി താരമായിരുന്നുവെന്ന പ്രതിയുടെ അവകാശവാദത്തെക്കുറിച്ച് പോലീസ് അന്വേഷിക്കുകയാണ്. മറ്റാരുടെയെങ്കിലും സഹായം കിട്ടിയിട്ടുണ്ടോ എന്ന കാര്യത്തിൽ ഇതുവരെ വ്യക്തതയില്ല. പ്രതി ഉപയോഗിച്ച സിം കാർഡ് മറ്റൊരാളുടെ ആധാർ കാർഡ് ഉപയോഗിച്ചെടുത്തതാണെന്നും കണ്ടെത്തിയിട്ടുണ്ട്. 24 മുംബൈ.